ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഡീറ്റെയിലുള്ള ഒരു പഴയ നാലുകെട്ടിൻ്റെ മുമ്പിലാണ്. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള ഒരു വീടാണ്. ഈ വീട് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നി. ഞാൻ ഈ വീടിൻ്റെ മുമ്പിലുള്ള വലിയ മാവ് നിൽപ്പുണ്ട്. വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു വലിയ മാവുണ്ട്. നിരവധി ശിഖരങ്ങളുള്ള ഒരു വലിയ മാവാണ്. വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് ഒരു വലിയ മാവ് നിൽക്കുന്നത്. വീടിൻ്റെ മുമ്പിലാണ് ഇവിടുത്തെ എഴുത്തിലുള്ളത്. വീടിൻ്റെ മുമ്പിൽ തന്നെയാണ്. പഴയ രീതിയിലുള്ളതാണ്. വീടിൻ്റെ മുമ്പിലായിരുന്നു പണ്ടൊക്കെ. ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഈ വീടിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഇപ്പോഴാണ് ആ വീഡിയോ ചെയ്യാൻ പറ്റിയത്. ഇതാണ് ഇവിടുത്തെ കിണറാണിത്. നല്ലൊരു പഴമ തോന്നിക്കുന്ന ഒരു വീടാണ്. ഇനി അകത്തെ കാഴ്ചകളിലേക്ക് പോവാം. അകത്ത് നടുമുറ്റമൊക്കെ ഉണ്ട്. അതിൻ്റെ കാഴ്ചകളിലോട്ട് പോവാം. ഇനി ഇതാണ് വീടിൻ്റെ വരാന്തയാണിത്. ഇത്രയും വർഷം കഴിഞ്ഞെങ്കിലും തടികൾക്ക് കാര്യമായ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നല്ല തടി കൊണ്ടാണ് മുകൾ ഭാഗമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയും വീടിൻ്റെ അകത്തേക്ക് കയറാം. വീടിൻ്റെ അകത്തെ കാഴ്ചകളിലോട്ട് പോകാം. ഇനിയും വീടിൻ്റെ മച്ചൊക്കെ നല്ല ബലമുള്ള തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഴയ രീതിയിലുള്ള വാതിലുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നത് വീടിൻ്റെ അറയാണ്. എത്രയോ വർഷങ്ങളുടെ പഴക്കമുള്ളതാണ് ഈ തടിക്കൊക്കെ. പണ്ടത്തെ വീടുകളിലെല്ലാം ഇതുപോലുള്ള അറകൾ കാണാം. ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ഥലപരിമിതിയുണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോ കുറച്ച് ക്ലിയർ കുറവുണ്ട്. ഇതാണ് അറയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു കാഴ്ച. പഴയ കാലത്തിൻ്റെ അവശേഷിപ്പുകളായിട്ട് ഇന്നും നിലകൊള്ളുകയാണ് ഇതൊക്കെ. ഇതാണ് നടുമുറ്റം. ഇവിടെയാണ് നടുമുറ്റമൊക്കെ ഉള്ളത്. ഇവിടെയാണ് അടുക്കള. ഇതാണ് അടുക്കള വരുന്ന ഭാഗം. നടുമുറ്റവും അറയുമെല്ലാം അടുത്തടുത്താണ്. ഇതാണ് നടുമുറ്റത്തിനകത്തെ ഒരു കാഴ്ച. ഇവിടുന്ന് മുകളിലേക്കുള്ള കാഴ്ചയാണ് ഇത്. ചെറിയ ഒരു നടുമുറ്റമാണ് ഇത്. അറയ്ക്കും നടുമുറ്റത്തിനും ഇടയിലൂടെയാണ് അടുക്കളയിലേക്ക് പോകുന്നത്. മച്ചിലെ തടിയിലേക്ക് നോക്കിയാൽ പഴമയുടെ പ്രൗഢി നമുക്ക് കാണാൻ പറ്റും. ഇനിയും വീടിന് പുറത്തെ കാഴ്ചകളിലേക്ക് പോവാം. പുറത്തേക്ക് ഇറങ്ങാം. വരാന്തയിൽ നിന്ന് വെളിയിലേക്കുള്ള ഒരു കാഴ്ചയാണ് ഇത്. പെയിൻ്റൊക്കെ അടിച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ. നല്ലൊരു പഴമ തോന്നിക്കും ഇവിടെ നിന്ന. എത്രയോ ഓർമ്മകളുള്ള വീടാണിത്. എത്രയോ കാലത്തെ ഓർമ്മകളുള്ള. വീടിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്ന ഒരു മാവ്. അതിൽ ഊഞ്ഞാല് കെട്ടിയതിൻ്റെ ഒരു കയറ് കാണാം. വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇവിടെ പശുത്തൊഴുത്തുണ്ടായിരുന്നത്. പണ്ട് ഇവിടെ പശുവിനെയൊക്കെ
വളർത്തിയ ഒരു കാലം. ഒത്തിരി മരങ്ങളുള്ള അയ്യമാണ്. ഒരു 2 ഏക്കർ കാണും. ഇവിടെ ഒത്തിരി മരങ്ങളുണ്ട്. ഇവിടെ ഇല്ലാത്ത മരങ്ങളില്ല. മാവും പുളിയും എല്ലാ മരങ്ങളും ഉണ്ട് ഇവിടെ. ഇവിടെ കുറച്ച് ചെടികളൊക്കെ നട്ട് വളർത്തിയിരിക്കുന്നത് കാണാം. ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ. സ്ഥലത്തിന് നടുക്ക് ഒരു വീട്, ചുറ്റും ഒരുപാട് സ്ഥലങ്ങൾ, അതിൻ്റെ നടുക്കൊരു വീട്. അങ്ങനെയാണ്. ഇത് പുറവശമാണ്. പുറയിലൂടെ ഒത്തിരി സ്ഥലം കിടക്കുന്ന കാണാൻ പറ്റും. ഒത്തിരി മരങ്ങളുണ്ട്. ഈ സ്ഥലത്ത് ഒത്തിരി മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പഴയ വീടാണെങ്കിൽ പെയിൻ്റൊക്കെ അടിച്ച് നവീകരിച്ചിട്ടുണ്ട്. ഒരു 100 വർഷത്തിനടുത്തെങ്കിലും പഴക്കം കാണും ഈ വീടിന്. റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മതി. വീട്ടിലേക്ക് കുറച്ച് വന്നാൽ ഇവിടെ നിന്നാൽ ഞങ്ങളുടെ വീട് കാണാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പം ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. തൊട്ട് പടിയിട്ടേലാണ്, നേരെ പടിയിട്ടേലാണ്. നല്ലൊരു തണുപ്പാണ് ഇങ്ങോട്ട് വരുമ്പം. ഒത്തിരി മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഉച്ച സമയത്തും നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ. ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.